ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ അനിയത്തീൻ്റെ കുഞ്ഞിൻ്റെ 28 വിളി നൂലുകെട്ടാണ് ഇന്ന്. അനിയത്തി എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ അനിയത്തീൻ്റെ മോള്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ് ബാക്കി വീഡിയോസൊക്കെ എടുത്തത്. ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ക്യാമറ വന്നിട്ട് ഇതൊക്കെ ഡെക്കറേഷനൊക്കെ അറേഞ്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ അനിയത്തി ഡ്രസ് ചേഞ്ചിങ് ആണ്. അതാണ് ഞാനിപ്പോൾ ഒന്നും കാണിക്കാത്ത അവളെ. വാവേനെയും വാവ ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സമയത്തൊന്നും വാവേൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിനും നല്ല മൂഡിലായിരുന്നു ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മേൻ്റെ അനിയത്തി. അവർ വിളക്കൊക്കെ അറേഞ്ച് ചെയ്യുക. പിന്നെ ഇത് അമ്മേൻ്റെ വേറൊരു അനിയത്തീൻ്റെ മോളും അവളെ മോളുമാണ്. അപ്പം ഞാൻ പറയായിരുന്നു എന്തായാലും യൂട്യൂബിൽ ഞാനിതിടും, നല്ല രീതിയിൽ ഇരുന്നോ എന്നൊക്കെ, ക്ലിയർ ഉണ്ടോ എന്നെല്ലാം ചോദിക്കുമായിരുന്നേ. അപ്പോൾ ചടങ്ങ് നമ്മൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുവാവ എന്തായാലും ആ സമയത്ത് കരഞ്ഞൊന്നുമില്ല, നല്ല മൂഡിലായിരുന്നു ആളുണ്ടായിരുന്നത്. എൻ്റെ കുഞ്ഞെല്ലാം നല്ല കരച്ചിലായിരുന്നു. ഈ അരയിലിടുന്ന സമയത്തൊക്കെ എൻ്റെ മോള് നല്ല കരച്ചിലായിരുന്നു. ഒന്നാമത് എൻ്റെ 28 ഞാൻ പ്രസവിച്ച സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിലായിരുന്നു. നല്ല ചൂടുള്ള സമയം, ഈ വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ടുള്ള സമയത്ത് നല്ല കരച്ചിലായിരുന്നു. ഈ കുഞ്ഞുവാവ് അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ കുറേ കഴിഞ്ഞ് കുറേ ആൾ വളയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവൾക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ആ സമയത്ത് ചെറിയൊരു കരച്ചിൽ. ഇപ്പോൾ കാളും മിടുക്കിയായിട്ടിരുന്നിനെ. അപ്പോൾ പേര് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കുമല്ലോ. നിങ്ങളെ സ്ഥലത്തുള്ള ചടങ്ങായിരിക്കില്ല ചിലപ്പോൾ ഞങ്ങളെ സ്ഥലത്തുണ്ടാകുക. പല സ്ഥലത്തും പല രീതിയിലാണ് പേരുവിളി ഉണ്ടാകുക. ചിലർ അച്ഛമ്മേൻ്റെ മടിയിൽ വെച്ചിട്ട് പേര് വിളിക്കും, ചിലർ അച്ഛൻ്റെ മടിയിൽ വെച്ചിട്ട് പേര് വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ അച്ഛൻ്റെ മടിയിൽ വെച്ചിട്ട് കാതിൽ പേര് വിളിക്കുക ചെയ്യുക. ഓരോ സ്ഥലത്തും ഓരോ പോലെയല്ലേ. ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാവരെയും കണ്ടുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തെല്ലാം വിശേഷങ്ങൾ പറയാനുണ്ടാവും. ഇങ്ങനെ ഓരോ കല്യാണം, പേരുവിളി അങ്ങനത്തെ സമയത്തല്ലേ കുടുംബക്കാരെല്ലാം കാണാൻ പറ്റുമോ. അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും ഞാൻ ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. വാവേൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് അച്ഛൻ കുഞ്ഞിൻ്റെ ചെവിയിൽ ആരും കേൾക്കാതെ പേര് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് അവിടെ കൊണ്ടുവച്ച പാല് കുഞ്ഞിൻ്റെ വായിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കും. 3 പ്രാവശ്യം കൊടുക്കണം എന്നാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മളൊക്കെ കേൾക്കത്തക്ക വിധത്തിൽ പേര് പറയുക. അച്ഛൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മ കൊടുക്കും, പിന്നെ അടുത്ത ബന്ധുക്കൾ മാത്രം. ഇപ്പം അധികം അങ്ങനെ പാലൊന്നും കൊടുക്കില്ല. എന്താണോ കുഞ്ഞിന് ഗിഫ്റ്റ് കൊണ്ടുവന്നത് അത് കുഞ്ഞിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കും, കയ്യിൽ കൊടുക്കും. അപ്പം ഞാൻ കുഞ്ഞിൻ്റെ പേര് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുഞ്ഞുവാവേൻ്റെ പേര് ഇതാണ്, അൻവയ ധൃത. പേരെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ എല്ലാവരും വന്നവർ കുഞ്ഞിന് എന്താണോ ഗിഫ്റ്റ് കൊണ്ടുവന്നത് അത് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുക ചെയ്യുക. പാല് കൊടുക്കുന്ന ആൾക്കാർ കൊടുക്കും, ഞാനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ചടങ്ങൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് ശേഷം ഞാൻ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറേ സമയം ഇരുന്ന് സംസാരിച്ചു. ഒരു ദിവസം കിട്ടുമെങ്കിലും നമ്മൾ എത്ര കാലത്തെ കഥ, ഫോൺ വിളിക്കൂലേന്ന് ചോദിക്കുമെങ്കിലും നേരിട്ട് പറയുന്നതും ഫോണിലൂടെ പറയുന്നതും രണ്ടും രണ്ടല്ലേ. അപ്പോൾ ഇരുന്ന് വർത്തമാനം പറയുന്നതിന് നടുക്ക് ഞാൻ വീഡിയോ ഒന്നും എടുക്കണമെന്ന് ആ സമയത്ത് എനിക്ക് ബോധമില്ലായിരുന്നു എന്ന് പറയാം. കുറച്ചൊക്കെ എടുത്തിരുന്നു, കുറച്ച്. പിന്നെ വീഡിയോ ഞാൻ കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അന്ന്. എല്ലാവരും ഇരുന്ന് വർത്താനവും ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് അവരെ ഫോട്ടോസ് അവിടെ വോളിൽ തൂക്കിയ ഫോട്ടോസ് ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇവളെ കുഞ്ഞിൻ്റെയാണ് ഇപ്പോൾ കണ്ടത്. ഇതാണ് ആൻറ്റി. ഈ ഏട്ടൻ്റെയും അവരെ ഭാര്യേൻ്റെയും വീഡിയോ ഞാൻ ഒരിക്കൽ കാണിച്ചിരുന്നു, കുഞ്ഞിൻ്റെ 28ഒക്കെ. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്തത്.
വർത്തമാനത്തിലായി. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.